ഇറാനുമായുള്ള ചർച്ചകൾ വെറും സമയം പാഴാക്കലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ട്രംപ്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ ട്രംപ് പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാനിലെ പ്രധാന നഗരങ്ങളിലും തന്ത്രപ്രധാന സൈനിക മേഖലകളിലും വ്യാപക സ്ഫോടനങ്ങളാണ് നടന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇറാനിലെ 90ഓളം കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം. ഇനി എന്താണ് സംഭവിക്കുക? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂൺ 17-നാണ് യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു താൽക്കാലിക ആഭ്യന്തര ധാരണാപത്രം ഒപ്പുവെച്ചത്. എന്നാൽ ഈ കരാർ നിലവിൽ വന്ന് 3 ആഴ്ചകൾ തികയുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ച് ഇറാനുമായുള്ള സമാധാന കരാർ പൂർണ്ണമായും അവസാനിച്ചതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഖാമനയുടെ സംസ്കാര ചടങ്ങുകളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം കപ്പലുകൾ ആക്രമിക്കുകയായിരുന്നു അവർ. അതിന് 20 മടങ്ങ് ശക്തമായ മറുപടി യുഎസ് നൽകിയതായി ട്രംപ് പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ ട്രംപ് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ഭരണകൂടം ക്യാൻസർ പോലെയാണ്, അത് എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ യുഎസ് സെൻട്രൽ കമാൻഡ് ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണശാലകൾ, ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ബോട്ടുകൾ എന്നിവയടക്കം ഏകദേശം 90 തന്ത്രപ്രധാന ലക്ഷ്യങ്ങളാണ് യുഎസ് ബോംബിട്ടത്. ബന്ദർ അബ്ബാസിൽ 8 സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബുഷേർ പ്രവിശ്യ, അബു മുസ എന്നിവിടങ്ങളിലും സിറിക്കിലും കനത്ത ആക്രമണം നടന്നതായാണ് വിവരം. യുഎസ് ആക്രമണത്തിന് ശേഷം ഇറാൻ വെറുതെ ഇരുന്നില്ല. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ യുഎസ് 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായ ബഹ്റൈനിലെ സൈനിക താവളങ്ങൾക്ക് നേരെയും കുവൈത്തിലെ യുഎസ് താവളങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഈ മിസൈലുകളിൽ ഭൂരിഭാഗവും തങ്ങൾ പ്രതിരോധിച്ചതായി കുവൈത്തും ബഹ്റൈനും അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടേത് ഗുണ്ടായിസമാണെന്ന് ഇറാന്റെ ചീഫ് നെഗോഷിയേറ്ററും പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പ്രതികരിച്ചു. ആക്രമിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അമേരിക്കൻ ഭീഷണികൾക്ക് വഴങ്ങി തുറന്നു കൊടുക്കില്ല എന്നും അത് പൂർണ്ണമായും ഇറാനിയൻ നിയമങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും വിധേയമായി മാത്രമേ പ്രവർത്തിക്കൂ എന്നും ഖാലിബാഫ് കൂട്ടിച്ചേർത്തു. ശത്രുക്കൾക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖാംനയുടെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായിയും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ ആക്രമണത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. യുഎസ് നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങൾ മുൻപത്തേക്കാൾ 20 മടങ്ങ് വലുതാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഈ കനത്ത തിരിച്ചടിയെ തുടർന്ന് ഇറാൻ ചർച്ചകൾക്കായി യാചിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു. അമേരിക്കൻ ആക്രമണങ്ങളെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ ശക്തമായി പിന്തുണച്ചു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സൈനിക നീക്കം അത്യന്താപേക്ഷിതമായിരുന്നു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നാറ്റോയുടെ ഈ നിലപാടിനെ കടുത്ത ഭാഷയിൽ ഇറാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തിന് തങ്ങളുടെ മണ്ണും സൈനിക താവളങ്ങളും വിട്ടു നൽകിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. യുഎസ് ഇറാൻ സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ വഷളാകാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കപ്പെടുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്.